നമസ്കാരം. പ്രധാന വാർത്തകൾ. ബിന്ദുവിന് കണ്ണീരോടെ വിട നൽകി നാട്. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന് കണ്ണീരോടെ വിട നൽകി നാട്. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഉറ്റവരും ഉടയവരുമടക്കം നിരവധി പേരാണ് ബിന്ദുവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. അമ്മയുടെ വിയോഗത്തിന്റെ ഞെട്ടലിൽ വിറങ്ങലിച്ചിരുന്ന മകൾ നവമിയെയും അലമുറയിട്ട് കഴിഞ്ഞ മകൻ നവനീതിനെയും ആശ്വസിപ്പിക്കാനാകാതെ പലർക്കും നിസ്സഹായരാകേണ്ടി വന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ചാണ്ടിയുമ്മൻ MLA എന്നിവർ വീട്ടിലെത്തി ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെയും അമ്മ സീതാലക്ഷ്മിയെയും കണ്ടു. കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പോലീസിന് നേരെ കല്ലേറ്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സംസ്ഥാന വ്യാപകമായി വിവിധയിടങ്ങളിൽ പ്രതിഷേധം ശക്തമാണ്. ജലപീരങ്കി പ്രയോഗിച്ച പോലീസുകാർക്ക് നേരെ പ്രവർത്തകർ കല്ലേറ് നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് കോട്ടയത്ത് പ്രതിഷേധം നടക്കുന്നത്. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, യൂത്ത് ലീഗ്, BJP, യുവമോർച്ച പ്രവർത്തകർ പത്തനംതിട്ടയിലും കോട്ടയത്തും തൃശൂരിലും കൊല്ലത്തും തിരുവനന്തപുരത്തും അടക്കം പ്രതിഷേധിക്കുകയാണ്. പലയിടത്തും പ്രതിഷേധം സംഘർഷത്തിലേക്കെത്തി. പോലീസ് ലാത്തി വീശി. ചിലയിടങ്ങളിൽ ജലപീരങ്കി പ്രയോഗിച്ചു. പത്തനംതിട്ടയിൽ BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വൈദികനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് അമ്പലത്തറ 7-ാം മൈലിലാണ് സംഭവം. പോർക്കളം MCBS ആശ്രമത്തിലെ അസിസ്റ്റന്റായ ഫാദർ ആന്റണി ഉള്ളാട്ടിലാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് വൈദികന്റെ മൃതദേഹം കണ്ടെത്തിയത്. പള്ളി വകയായുള്ള പഴയ കെട്ടിടത്തിന്റെ മുറിയിൽ തൂങ്ങിമരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവസ്ഥലത്തെത്തിയ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പൂച്ചാക്കലിൽ ലഹരി വസ്തുക്കളുമായി ക്രിമിനൽ കേസ് പ്രതികൾ പിടിയിൽ. തൈക്കാട്ടുശ്ശേരി കണ്ണാമ്പറമ്പിൽ പ്രവീൺ, അരിക്കുറ്റി കൈപ്പാറച്ചിറ ജ്യോതിഷ് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും പൂച്ചാക്കൽ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. ഇവരിൽ നിന്നും 1200 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു. ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന് സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിവരുന്ന ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെ റോഡുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. വടുതല കുടപ്പുറം റോഡിൽ മസ്ജിദ് റഹ്മാനിയ പള്ളിക്ക് സമീപം വെച്ച് ബൈക്കിലെത്തിയ ഇവരെ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഓടിക്കൊണ്ടിരുന്ന കാർ പൂർണ്ണമായും കത്തിനശിച്ചു. ഇടുക്കി തൊടുപുഴയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ തീപിടിച്ചതിന് പിന്നാലെ പൂർണ്ണമായും കത്തിനശിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ പുറത്തു കടന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. തൊടുപുഴ മൂലമറ്റം റോഡിൽ മുട്ടം തോട്ടുംകരയിൽ ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. വളരെ പെട്ടെന്ന് വാഹനത്തിൽ മുഴുവനായി തീ പടർന്നു പിടിക്കുകയായിരുന്നു. പിന്നാലെ വാഹനം പൂർണ്ണമായും കത്തിയമർന്നു. തൊടുപുഴയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട അടുത്ത നിമിഷം തന്നെ യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്.